ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും മധ്യവർഗത്തിനും കരുത്തുപകരുന്ന തീരുമാനങ്ങളുമായി 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കായി നിരവധി പദ്ധതികൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 5 ലക്ഷമായി ഉയർത്തും. പ്രതിരോധ മേഖലയ്ക്കായി 6.81 ലക്ഷം കോടി. MSMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന. ആദായ നികുതിയിൽ വൻ ഇളവുകൾ. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. നികുതി സ്ലാബുകളും പരിഷ്കരിച്ചു. 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. മൊബൈൽ ഫോണിനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. നിർമ്മിത ബുദ്ധിക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പാ സഹായം. ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടും. ഇന്ത്യയുടെ വികസന യാത്രയിലെ നാഴികക്കല്ലായി കേന്ദ്ര ബജറ്റ് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം സ്വർണം. വാർത്തകൾ വിശദമായി. ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും മധ്യവർഗത്തിനും കരുത്തുപകരുന്ന തീരുമാനങ്ങളുമായി 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം ലക്ഷ്യമിട്ട് സമഗ്ര വികസനവും സമൂല പരിഷ്കരണങ്ങളുമാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. കാർഷിക മേഖല, ഗ്രാമവികസനം, തൊഴിൽ, നിക്ഷേപം തുടങ്ങി 10 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും വികസന പ്രവർത്തനങ്ങൾ. For us, Viksit Bharat encompasses zero poverty, 100% quality good school education, access to high quality, affordable and comprehensive health care, 100% skilled labor with meaningful employment, 70% women in economic activities, and farmers making our country the food basket of the world. ആദായ നികുതിയിൽ ഇളവ് വരുത്തിയതും ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയതും ബജറ്റിനെ ജനപ്രിയമാക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതായും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. അടുത്ത 5 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമാണെന്ന ശുഭപ്രതീക്ഷയും ശ്രീമതി സീതാരാമൻ പങ്കുവച്ചു. കർഷകരുടെ ക്ഷേമവും കാർഷികോൽപാദന വളർച്ചയും ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ കാർഷിക ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ധൻധാന്യ കൃഷി യോജന പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പലിശയിളവ് പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. പയറുവർഗ്ഗങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ 6 വർഷം നീളുന്ന പ്രത്യേക ദൌത്യത്തിന് തുടക്കം കുറിക്കും. പഴം, പച്ചക്കറികൾ, പരുത്തി എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കാൻ പ്രത്യേക ദൌത്യത്തിന് രൂപം നൽകും. യൂറിയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി അസമിൽ 12.7 ലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള പുതിയ യൂറിയ യൂണിറ്റ് സ്ഥാപിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ പരിധിയിൽ പ്രത്യേക ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടുവരും. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കയറ്റുമതി അധിഷ്ഠിത MSMEകൾക്ക് 20 കോടി രൂപ വരെ വായ്പാ സഹായം ഉറപ്പുവരുത്തും. MSMEകളുടെ നിക്ഷേപ പരിധി 2.5 മടങ്ങാക്കാനും വിറ്റുവരവ് പരിധി ഇരട്ടിയാക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ആദ്യമായി സംരംഭകരാകുന്ന വനിതകൾക്കായി 2 കോടി രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതി ആവിഷ്കരിക്കും. കളിപ്പാട്ട നിർമ്മാണത്തിലെ ആഗോള ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റും. പാദരക്ഷ, തുകൽ ഉൽപാദന മേഖലയിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ MSMEകൾക്കായി ദേശീയ ഉൽപാദന മിഷൻ ആരംഭിക്കും. സ്റ്റാർട്ടപ്പുകളുടെ വായ്പാ ഗ്യാരണ്ടി 20 കോടി രൂപയായും MSMEകളുടേത് 10 കോടിയായും ഉയർത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിന് 1.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരങ്ങളെ വളർച്ചാ ഹബ്ബുകളായി മാറ്റുന്നതിന് 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട് സ്ഥാപിക്കും. ഇതിനായി 10,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടുകയും പദ്ധതിക്കായി 67,000 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 120 പ്രദേശങ്ങളെ വ്യോമമാർഗം ബന്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു.
വിദ്യാഭ്യാസ മേഖലയ്ക്കായി പ്രത്യേക പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലക്കാട് ഉൾപ്പെടെ 5 IIT-കളിൽ 6500 സീറ്റുകൾ കൂടി അനുവദിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 10,000 അധിക സീറ്റുകൾ അടുത്ത 5 വർഷം കൊണ്ട് അനുവദിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂളുകളിൽ 50,000 അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കും. നൈപുണ്യ വികസനത്തിനായി ദേശീയ തലത്തിൽ 5 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. നിർമ്മിത ബുദ്ധിക്ക് പ്രത്യേക പ്രാധാന്യം ബജറ്റിൽ നൽകുന്നു. AI വിദ്യാഭ്യാസത്തിനായി 3 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് 500 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ആണവ മേഖലയിലെ പരിഷ്കരണം ലക്ഷ്യമിട്ട് നിലവിലെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ഉൽപ്പാദനമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. 20,000 കോടി രൂപ ചെലവിൽ സ്മോൾ മോഡുലാർ ആണവ പ്ലാന്റുകൾ ക്രമീകരിക്കുമെന്നും ഇതിൽ 5 എണ്ണം 2033ഓടെ പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകും. ഹോം സ്റ്റേകൾ തുടങ്ങാനും വിനോദസഞ്ചാര മേഖലയിലെ മറ്റ് സേവനങ്ങൾക്കുമായി മുദ്രാ ലോണുകൾ അനുവദിക്കും. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കും. രാജ്യത്തെ മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കും. വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സാങ്കേതിക ഗവേഷണത്തിന് PM റിസർച്ച് ഫെലോഷിപ്പിലൂടെ 10,000 സ്കോളർഷിപ്പുകൾ നൽകും. സ്വകാര്യ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 20,000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കയറ്റുമതി പ്രോത്സാഹനത്തിനായി പ്രത്യേക ദൌത്യം ആരംഭിക്കും. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ സേവനം ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിപ്പിക്കും. ഗിഗ് തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകുകയും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. തെരുവോര കച്ചവടക്കാർക്ക് 30,000 രൂപ വരെ പരിധിയുള്ള UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകും. പോഷകാഹാരം ഉറപ്പാക്കാൻ സക്ഷം അംഗൻവാടി, പോഷൻ 2.0 എന്നിവ നടപ്പിലാക്കും. ഇൻഷുറൻസ് മേഖലയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കും. KYC നടപടികൾ ലഘൂകരിക്കും. കേന്ദ്ര KYC രജിസ്ട്രി ഈ വർഷം ആരംഭിക്കാനും ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ സുസ്ഥിര മത്സ്യബന്ധനം ഉറപ്പാക്കാൻ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാറിനും ലക്ഷദ്വീപിനും ഫിഷറീസ് മേഖലയിൽ പ്രത്യേക പരിഗണന ഇതിലൂടെ നൽകും. സമുദ്രമേഖലയ്ക്കായി 25,000 കോടി രൂപയുടെ വികസന ഫണ്ട് രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആദായ നികുതിയിൽ വൻ ഇളവുകളാണ് ഇക്കുറി കേന്ദ്ര ബജറ്റിലുള്ളത്. പുതിയ നികുതി സമ്പ്രദായത്തിന് കീഴിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. നികുതി സ്ലാബുകളും പരിഷ്കരിച്ചു. വിശദാംശങ്ങളിലേക്ക്. മധ്യവർഗത്തിന് ഏറെ പ്രതീക്ഷ പകരുന്ന മാറ്റങ്ങളാണ് ആദായ നികുതിയിൽ ഇക്കുറി കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ സ്ലാബ് പ്രകാരം 4 ലക്ഷം വരെ ആദായ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%മാണ് ആദായ നികുതി. 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30% നികുതി ഈടാക്കും. സാധാരണക്കാർക്ക് 80,000 രൂപ വരെ പുതിയ ആദായ നികുതി ഘടനയിലൂടെ ലാഭിക്കാൻ കഴിയും. മുതിർന്ന പൌരന്മാരുടെ TDS പരിധി 1 ലക്ഷമായി ഉയർത്തി. ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ 12.75 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് ആദായ നികുതി ഉണ്ടാവില്ല. പുതുക്കിയ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 2 വർഷത്തിൽ നിന്ന് 4 വർഷമാക്കി. ആദായ നികുതി ഘടന ലളിതമാക്കുമെന്നും പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ക്യാൻസർ അടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. 6 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ 5% കുറച്ചു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു. ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. നിർദ്ദിഷ്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നവർക്ക് നികുതി ഒഴിവാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. നികുതി ഇതര വരുമാനം അടുത്ത സാമ്പത്തിക വർഷത്തിൽ 34.96 ലക്ഷം കോടി രൂപ പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 28.37 ലക്ഷം കോടിയുടെ നികുതി വരുമാനവും വരും വർഷം പ്രതീക്ഷിക്കുന്നു. 50.65 ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവ് കണക്കാക്കുന്നത്. ധനക്കമ്മി ഇക്കൊല്ലത്തെ 4.8% നിന്നും 2026 4.4% കുറയുമെന്നും ബജറ്റിൽ പറയുന്നു.
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്നും മധുരം സ്വീകരിച്ച ശേഷമാണ് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തുടർന്ന് ബജറ്റിന് അംഗീകാരം നൽകി. ബജറ്റ് പ്രസംഗം 1 മണിക്കൂർ 14 മിനിറ്റ് നീണ്ടു. ശ്രീമതി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണത്തിനാണ് പാർലമെന്റ് ഇന്ന് വേദിയായത്. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ധനമന്ത്രി ഇന്ന് ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയത്. നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. കുംഭമേളയിലെ അപകടം ചൂണ്ടിക്കാട്ടി വിവിധ പ്രതിപക്ഷ കക്ഷികൾ വാക്കൌട്ടും നടത്തി. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ വികസന യാത്രയിൽ നാഴികക്കല്ലായി ഈ ബജറ്റ് മാറുമെന്നും രാജ്യവളർച്ചയ്ക്ക് ഇത് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. हमने कई सेक्टर्स युवाओं के लिए खोल दिए. सामान्य नागरिक विकसित भारत के मिशन को ड्राइव करने वाला है. ये बजट एक फोर्स मल्टीप्लायर है. ये बजट सेविंग्स को बढ़ाएगा, इन्वेस्टमेंट को बढ़ाएगा, कंजम्पशन को बढ़ाएगा और ग्रोथ को भी तेजी से बढ़ाएगा. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കുമുള്ള പ്രോത്സാഹനമാണ് കേന്ദ്ര ബജറ്റെന്നും ആദായ നികുതിയിലെ ഇളവ് മധ്യവർഗത്തിന് ഏറെ പ്രയോജനപ്പെടുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയ്ക്ക് 6.81 ലക്ഷം കോടി രൂപ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തി. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വലിയ ഉത്തേജനമാണ് ബജറ്റ് നൽകുക എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 1,80,000 കോടി രൂപയുടെ മൂലധന വിഹിതം പ്രതിരോധ സേനകളുടെ ആധുനികവൽക്കരണത്തിനും ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. वित्तीय वर्ष 2025-26 के बजट में डिफेंस मिनिस्ट्री को 6,81,000 करोड़ रुपए से अधिक का एलोकेशन किया गया है, जो पिछले साल के बजट एलोकेशन से 9.5% अधिक है. और मुझे बताते हुए प्रसन्नता हो रही है कि डिफेंस बजट यूनियन बजट का लगभग 13.44% है. डिफेंस फोर्सेज का मॉडर्नाइजेशन हमारी सरकार की यह प्राथमिकता रही है और हम इसके लिए निरंतर कार्यरत हैं. इसके लिए 2025-26 में 1,80,000 करोड़ रुपए का कैपिटल एलोकेशन किया गया है. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ ഇളവ് പരിധി ഉയർത്തിയത് കർഷകർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമീണ മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര ബജറ്റിൽ 1,88,754 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2,52,000 കോടി രൂപയാണ് റെയിൽവേക്കായി കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയത്. അമൃത് ഭാരത് ട്രെയിൻ, പുതിയ റെയിൽവേ ലൈനുകളുടെ വികസനം തുടങ്ങിയവയ്ക്കായി അനുവദിച്ച 4.6 ലക്ഷം കോടി രൂപയുടെ പദ്ധതി യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാതൃകാപരമായ മാറ്റങ്ങളായിരുന്നു ബജറ്റിൽ കൊണ്ടുവരേണ്ടിയിരുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അത്തരം നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ബജറ്റ് തീർത്തും പരാജയപ്പെട്ടതായും അദ്ദേഹം വിമർശിച്ചു. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാതലായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ബജറ്റ് പരാജയപ്പെട്ടതായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ നിരാകരിച്ച കേന്ദ്ര ബജറ്റിലെ സമീപനം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിനായി 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം പദ്ധതിക്കുമായി സാമ്പത്തിക പിന്തുണ തുടങ്ങി സംസ്ഥാനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അവഗണിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും ലഭിച്ചില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യനിലയിലുള്ള സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന, വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്ക് ആകെയുള്ള പ്രോജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന, പൊതുവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ബജറ്റ് കേരളത്തിന് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 7:35 കേൾക്കാം. 38ാമത് ദേശീയ ഗെയിംസിൽ ഇന്ന് 3 സ്വർണം നേടി ഉജ്ജ്വല പ്രകടനവുമായി കേരളം. വൂഷുവിൽ K മുഹമ്മദ് ജാസിലും നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജയറാമുമാണ് ഇന്ന് സ്വർണം നേടിയത്. 5 സ്വർണം ഉൾപ്പെടെ 9 മെഡലുകളുമായി ഗെയിംസിൽ 7ാം സ്ഥാനത്താണ് കേരളം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും മധ്യവർഗത്തിനും കരുത്തുപകരുന്ന തീരുമാനങ്ങളുമായി 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കായി നിരവധി പദ്ധതികൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 5 ലക്ഷമായി ഉയർത്തും. പ്രതിരോധ മേഖലയ്ക്കായി 6.81 ലക്ഷം കോടി. MSMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന.
ആദായ നികുതിയിൽ വൻ ഇളവുകൾ. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. നികുതി സ്ലാബുകളും പരിഷ്കരിച്ചു. 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. മൊബൈൽ ഫോണിനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. നിർമ്മിത ബുദ്ധിക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പാ സഹായം. ജൽജീവൻ മിഷൻ 2028 വരെ നീട്ടും. ഇന്ത്യയുടെ വികസന യാത്രയിലെ നാഴികക്കല്ലായി കേന്ദ്ര ബജറ്റ് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.